ഏതാണ്ട് ഒരു 1.5 വർഷത്തിന് മുമ്പ് ഭൂമിയിൽ ഒരു പ്രത്യേക സിഗ്നൽ റിസീവായി. തുടർച്ചയായി റിപ്പീറ്റ് ആവുന്ന, ഇടയ്ക്ക് ഡ്രിഫ്റ്റ് ആവുന്ന, സോഴ്സ് എവിടുന്നാണെന്ന് വ്യക്തമായ ഉത്തരമില്ലാത്ത ഒരു സിഗ്നൽ. ഇതിനു മുമ്പും മിസ്റ്റീരിയസ് സിഗ്നൽസ് പലതവണ ഭൂമിയിൽ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ സിഗ്നൽ തുടർച്ചയായി ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എവിടുന്നാണ് ഈ സിഗ്നൽ വരുന്നത്? ഭൂമിയാണോ അതിന്റെ ലക്ഷ്യം? എങ്ങനെ ഈ സിഗ്നൽ ഡീകോഡ് ചെയ്യും? അത് നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യും? ഏതെങ്കിലും തരത്തിൽ നമുക്ക് ദോഷമാകുമോ? ഇഫ് അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുമോ? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഈ വർഷം റിലീസായ വളരെ മികച്ച ഒരു സൈഫൈ സീരീസ് ആണ് പ്ലൂറിബസ്. TV സീരീസ് ചരിത്രത്തിൽ ടോപ്പിൽ നിൽക്കുന്ന ആ ഒരു ഷോയിലെ ബ്രേക്കിംഗ് ബാഡ്, അതിന്റെ ക്രിയേറ്റർ ആയിട്ടുള്ള വിൻസ് ഗില്ലിഗൻ തന്നെയാണ് ഈ ഷോയുടെയും ക്രിയേറ്റർ. വർക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് വന്നിരിക്കുന്ന ടൈമിൽ ഒരു കട്ടനൊക്കെ കുടിച്ച് മൈൻഡ് ഫ്രീ ആക്കി വെച്ച് കാണാൻ പറ്റുന്ന ഒരു ഷോ എന്ന് പറയാം. കൺസെപ്റ്റ് കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് എന്നൊക്കെ തോന്നുമെങ്കിലും വെറുതെ ഫ്രീ ആയിട്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്ന, വളരെ രസകരമായി ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സീരീസ് ആണിത്. എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ ഈ സീരീസ് പൂർണ്ണമായി ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ പോവാണ്. സീരീസ് ആപ്പിൾ TVയിൽ അവൈലബിൾ ആണ്, കണ്ടു നോക്കാം. നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ എപ്പിസോഡിന്റെയും ലിങ്ക് വിശദമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ എപ്പിസോഡിന്റെയും അവസാനം എന്റെ ക്രെഡിറ്റ്സിലും അടുത്ത ഷോയിലേക്ക് പോകാനുള്ള ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കഥ കൃത്യമായി ഓർഡറിൽ കേട്ട് മനസ്സിലാക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളും ഒക്കെ കമന്റ് ചെയ്ത് അറിയിക്കാനും ശ്രദ്ധിക്കുമല്ലോ. ഏതാണ്ട് 600 ലൈറ്റ് ഇയേഴ്സ് അകലെ നിന്ന് വരുന്ന ഈ ഒരു പെർട്ടിക്കുലർ സിഗ്നൽ ഓരോ 78 സെക്കൻഡ്സ് കൂടുമ്പോഴും അതിന്റെ പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡീകോഡ് ചെയ്യാൻ ഏറെ പ്രയാസമുള്ള ഈ സിഗ്നലിനെ പറ്റി ശാസ്ത്രലോകം അന്വേഷണം ആരംഭിച്ചു. എവിടെ നിന്നായിരിക്കും സിഗ്നൽ വരുന്നത്? ഒരുപാട് അസംഷൻസ് ഉണ്ട്. 600 ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള ഏതോ ഒരു സിവിലൈസേഷൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏലിയൻസ്, നമ്മുടെ എക്സിസ്റ്റൻസ് മനസ്സിലാക്കി ഇങ്ങോട്ട് സിഗ്നൽ അയച്ചതായിരിക്കൂ. ഇത്രയും ദൂരം നിന്ന് ഇങ്ങനെ ഒരു സിഗ്നൽ അയക്കണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ആഫ്രിക്കൻ കോണ്ടിനെന്റോളം വലിപ്പമേറിയ അത്രയും വലിയൊരു ആന്റിന വേണം, അത്രത്തോളം പവറും വേണം. മാസങ്ങൾ നീണ്ട അന്വേഷണം പല രീതിയിൽ പലതരത്തിൽ സിഗ്നൽസ് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതെന്തോ ഒരു തരത്തിലുള്ള കെമിക്കൽ വേരിയേഷൻ ആണ് അത്രേ കാണിക്കുന്നത്. റാറ്റ്സിൽ ഉൾപ്പെടെ പരീക്ഷണം തുടങ്ങി. അവിടുന്ന് കട്ടിയതാൽ ഈ ബുക്ക് വായിക്കുന്ന ഈ പുള്ളിക്കാരിയാണ് നമ്മുടെ കഥാനായിക കരോൾ. കരോൾ ഒരു ഫേമസ് റൈറ്ററാണ്. പുള്ളിക്കാരിയുടെ ബുക്ക് സീരീസിലെ 4ാമത്തെ ബുക്ക് ഇപ്പോൾ റിലീസ് ആയതേ ഉള്ളൂ. ഈ ബുക്ക് സീരീസിന് ഒരുപാട് ആരാധകരുണ്ട്, എസ്പെഷ്യലി ഇതിലെ റബാൻ എന്നൊരു ക്യാരക്ടറിന്. കരോളിന്റെ റീഡിംഗ് സെഷനും ഓട്ടോഗ്രാഫിനും ഒക്കെ ആയിട്ട് കുറേ ആളുകൾ ലൈബ്രറിയിൽ ഒത്തുകൂടി. ആരാധകരൊക്കെ ബുക്കും വാങ്ങി കരോളിന്റെ ഓട്ടോഗ്രാഫും വാങ്ങി ഭയങ്കര സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് ഡിറ്റക്ട് ചെയ്ത ആ ഒരു മിസ്റ്റീരിയസ് സിഗ്നൽ എന്താണെന്ന് ഇപ്പോഴും പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കെമിക്കലി കൺവേർട്ട് ചെയ്ത് പല ആനിമൽസിലും അവർ ടെസ്റ്റ് ചെയ്ത് നോക്കി. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മാറ്റം അവിടെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴും എന്ത് എങ്ങനെയെന്നറിയാതെ വീണ്ടും തുടർച്ചയായി പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. US ആർമി മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് കുറേയധികം റാറ്റ്സിനെ അടച്ചു വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു എലി മാത്രം അതിന്റെ ബോക്സിനകത്ത് അങ്ങനെ കിടക്കുന്നത് കണ്ട് ഡോക്ടേഴ്സ് അതിനെ പുറത്തെടുത്ത് പരിശോധിച്ചു. മരിച്ചതാണോ എന്ന് അറിയണമല്ലോ. പൾസ് ചെക്ക് ചെയ്തപ്പോൾ ആദ്യം ഒന്നും ഫീൽ ചെയ്തില്ല, കാരണം ഡോക്ടേഴ്സ് ഗ്ലൗസും സ്യൂട്ട്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. എലി ശരിക്കും മരിച്ചു കിടക്കുവാണോ എന്ന് ഉറപ്പുവരുത്താൻ ഫീമെയിൽ ഡോക്ടർ പുള്ളിക്കാരിയുടെ മെയിൻ ഗ്ലൗസ് ഊരി റാറ്റിനെ ഇങ്ങനെ തൊട്ട് നോക്കി. അതിന് ഹാർട്ട് ബീറ്റ് ഉണ്ട്, നന്നായിട്ട് ഹാർട്ട് ബീറ്റ് ഉണ്ട് എന്നങ്ങോട്ട് പറഞ്ഞതും റാറ്റ് ഇവരുടെ കയ്യിൽ കടിച്ചെന്നേ. മുറിവ് പറ്റി. അതും ടെസ്റ്റ് സബ്ജക്റ്റിൽ നിന്ന് തന്നെ ഇങ്ങനെ കടിയേറ്റ് മുറിവ് പറ്റിയാൽ വൈറസ് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഫീമെയിൽ ഡോക്ടർ കൈ വാഷ് ചെയ്യാൻ പോയപ്പോൾ മെയിൽ ഡോക്ടർ മൗസിനെ വീണ്ടും പിടിച്ച് പെട്ടിക്കുള്ളിലാക്കാൻ പോയി. ഉടൻ ഫീമെയിൽ ഡോക്ടർ അങ്ങ് സ്റ്റക്കായി. കൈ വാഷ് ചെയ്തുകൊണ്ടിരുന്ന പുള്ളിക്കാരി പെട്ടെന്ന് സ്റ്റക്കായിട്ട് ഒറ്റ നിപ്പ്. മെയിൽ ഡോക്ടർ പുള്ളിക്കാരിനെ പിടിച്ച് പുറത്തു കൊണ്ടുവരുന്നു. ഇത്രയും നേരം സ്റ്റക്കായി നിന്ന് അവർ പെട്ടെന്ന് അങ്ങ് നോർമലായി. പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഫീമെയിൽ ഡോക്ടറും മെയിൽ ഡോക്ടറും അവിടെ വർക്ക് ചെയ്തിരുന്ന മറ്റു പലരെയും പോയി കിസ് ചെയ്യുന്നതാണ്. ഇവരൊക്കെ ആകെ വിയേർഡായിട്ടാണ് പെരുമാറുന്നത്. അതായത് ഇവരല്ല, മറ്റാരുടെയോ കൺട്രോളിലാണ് ഇവരാരെയൊക്കെ കിസ് ചെയ്യുന്നോ ആ ആളുകളും ഇവരെ പോലെ ആവുകയാണ്. ഹ്യൂമൻ ടു ഹ്യൂമൻ ഈ ഒരു പെർട്ടിക്കുലർ എന്തോ തരത്തിലുള്ള വൈറസ് സ്പ്രെഡ് ആവാൻ തുടങ്ങി. വൈറസ് ക്യാരി ചെയ്യുന്നവർ അങ്ങനെ അല്ലാത്ത ഹ്യൂമനെ ജസ്റ്റ് ഒന്ന് കിസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അവർ ലിക്ക് ചെയ്താൽ അവരുടെ സലൈവ പതിഞ്ഞ ഫുഡ് കഴിച്ചാലും മതി. നിമിഷ നേരം കൊണ്ട് പുതിയ പുതിയ ബോഡിയിലേക്ക് വൈറസ് സ്പ്രെഡ് ആവും. ഓൾറെഡി അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ ലോകം മുഴുവൻ ഈ വൈറസ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. കോടിക്കണക്കിന് ഹ്യൂമൻസ് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. അവരവരുടെ ഹ്യൂമൻ നേച്ചറൊക്കെ വിട്ട് എന്തോ ഒരു ടൈപ്പ് ഓഫ് എൻറ്റിറ്റിയോ സംതിങ് എന്തോ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന തരത്തിലേക്ക് മാറുവാണ്. ഈ വൈറസ് ഇങ്ങനെ വലിയ രീതിയിൽ സ്പ്രെഡ് ആവുന്ന ഈ ടൈമിൽ നമ്മുടെ കരോളും ഹെലനും ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമായിരുന്നു. ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ നമ്മുടെ കരോളിന് കുറേ സെൽഫ് ഡൗട്ട് ഉണ്ട്. തൻ്റെ ബുക്സ് അങ്ങനെയാവോ ഇങ്ങനെയാവോ അത് ഇത് അങ്ങനെ കുറേ സംഭവങ്ങൾ വരുമല്ലോ. ഒത്തിരി ഓവർ തിങ്ക് ചെയ്യും. ഒരു കോണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിസ്സാര പണിയല്ല. ഹെലനോട് പുള്ളിക്കാരുടെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ഹെലൻ എല്ലാ തരത്തിലും ഇവളെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് ഉപദേശിച്ച് കൂടെ ഉണ്ടാവും. ഹെലനോട് അത്ര ക്ലോസ് ആണ്. കരോളിന്റെ എല്ലാ കാര്യവും ഹെലന് നന്നായിട്ട് അറിയാം. സകലതും അറിയുന്ന സന്തത സഹചാരി എന്ന് തന്നെ പറയാം. രണ്ടുപേരും റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി കാരളിന്റെ ഏറ്റവും പുതിയ ബുക്കിന്റെ റിവ്യൂ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുകളിൽ പ്ലെയിൻസ് പാരലായിട്ട് ഇങ്ങനെ പറന്നു പോകുന്നത് കാണാം. എയർപ്ലെയിൻസ് ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ ഒരു ഓർഡറിൽ പറന്നു പോകുന്നത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എന്താ സംഭവം എന്നറിയില്ല. വല്ല യുദ്ധ സാഹചര്യമാണോ? കുറച്ചങ്ങോട്ട് കഴിഞ്ഞതും റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി വന്നൊരു പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ വണ്ടി എടുത്ത് ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ മറ്റൊരു വണ്ടിയിൽ കാർ തട്ടി. കാരോൾ ഓടിച്ചെന്ന് അയാളുടെ കാറിന്റെ ഡോറ് വലിച്ചു തുറന്ന് നോക്കുമ്പോൾ പുള്ളിക്കാരൻ അനങ്ങുന്നില്ല. അത് അത്ര വലിയ ഇടിയൊന്നും ആയിരുന്നില്ല, ചെറിയൊരു ഇടിയാണ്. ഒരുപക്ഷെ ആളുടെ ബോധം പോയതായിരിക്കാം. കുടിച്ച് ബോധമില്ല
ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിച്ചപ്പോൾ പറ്റിയതായിരിക്കും എന്ന് കരുതി നമ്മുടെ കാരൾ തിരിഞ്ഞ് ഹെലനെ നോക്കിയപ്പോൾ അവളൊരുമാതിരി നിപ്പിൽ അങ്ങനെ അങ്ങ് വിറച്ചിട്ട് പുള്ളിക്കാരുടെ കയ്യിലുള്ള ഫോണും താഴെ വീണു. അവളും പുറകോട്ടങ്ങ് വീണു. തലയിടിച്ച് താഴെ വീണു. കാരൾ ഓടി റെസ്റ്റോറന്റിനകത്ത് കയറി ബാക്കിയുള്ളവരോട് സഹായം ചോദിക്കാൻ ചെന്നപ്പോൾ അതിനുള്ളിലുള്ള സകല ആളുകളും ഒരുമാതിരി ഇങ്ങനെ വിറച്ച് നിൽക്കുന്നു. നമ്മുടെ കാരോൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം എന്തിനാലും അഫക്റ്റഡ് ആയ പോലെ എല്ലാവരും നിന്നങ്ങ് വിറയ്ക്കുവാണ്. ഫോൺ എടുത്ത് എമർജൻസി നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഓപ്പറേറ്റർ അറ്റൻഡ് ചെയ്യുന്നില്ല. ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലേക്കാണ് കോള് കണക്ട് ആവുന്നത്. ഇത്രയും ആളുകളെ രക്ഷപ്പെടുത്താൻ ഇവൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? അറ്റ്ലീസ്റ്റ് ഹെലനെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ കാറിൽ ആൽക്കഹോൾ സെൻസർ ഉണ്ട്. ഇവള് മദ്യപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാർ സ്റ്റാർട്ടായില്ല. തുടർന്ന് നേരത്തെ ആക്സിഡന്റ് ആയ ഒരു വെഹിക്കിൾ ഉണ്ടല്ലോ, ആ വെഹിക്കിളിൽ നിന്ന് അതിന്റെ ഡ്രൈവറെ തള്ളി മാറ്റിയിട്ട് ഹെലനെ എടുത്ത് വണ്ടിയിൽ കയറ്റി ഒട്ടും സമയം കളയാതെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് കുറേ ഇടങ്ങളിൽ അപകടങ്ങളൊക്കെ ഉണ്ടായി കുറേ ആളുകൾ മരിച്ചു കിടക്കുന്നതായിട്ടും നഗരത്തിൽ ആകെ മൊത്തം തീയൊക്കെ പടർന്ന് വല്ലാത്തൊരു സാഹചര്യമായിരിക്കുന്നത് ഇവള് കാണുന്നുണ്ട്. ഹോസ്പിറ്റലിലെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. അകത്ത് കയറി നോക്കിയപ്പം അവിടെയുള്ള സകല ആളുകളും ഒരുമാതിരി വിറച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഒരാൾക്കും ബോധമില്ല. വിളിച്ചിട്ട് ആരും തന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമ്മുടെ കാരോൾ ഓടിച്ചെന്ന് ഒരു സ്ട്രക്ചറൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഹെലനെ അതിൽ കയറ്റാൻ തുടങ്ങിയപ്പോൾ ഹെലൻ കാരോളിനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവിടെ തന്നെ മരിച്ചു വീണു. കാരോൾ വെപ്രാളപ്പെട്ട് CPR കൊടുത്ത് നോക്കുന്നുണ്ട്. ഫലമുണ്ടായില്ല. ഹെലൻ മരിച്ചിരുന്നു. കാരോളിന് ഒരുപാട് വിഷമമായി. പുള്ളിക്കാരി സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. അതിനിടയ്ക്ക് ജസ്റ്റ് ഒന്ന് തലയുയർത്തി നോക്കിയപ്പോൾ ഇത്രയും നേരം അവിടങ്ങളിലൊക്കെ വിറച്ച് നിന്ന ആളുകൾ ദേ എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങി. അവരെല്ലാം നോർമലായ പോലെ, എന്നാൽ പഴയ പോലെ ആയിട്ടില്ല. എല്ലാവരെയും മറ്റെന്തോ കൺട്രോൾ ചെയ്യുന്ന പോലെ ആരും കൂടുതലൊന്നും സംസാരിക്കാതെ ഈ പ്രദേശത്ത് പടരുന്ന തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഉണ്ടായിട്ടുള്ള ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് പോലും ചെയ്യാതെ കൂട്ടമായി ഒരേ കാര്യം ചെയ്യുകയാണ് അവർ. മറ്റാരോ ഇവർക്ക് കമാൻഡ് കൊടുക്കുന്ന പോലെ, ആരോ റിമോട്ട്ലി ഇവരെല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന പോലെ. പാവം കാരളിനൊന്നും മനസ്സിലാവുന്നില്ല. ഇത് എന്തെന്നാണ് നീയൊക്കെ കാണിക്കുന്നേ? എന്താ നീ ഒന്നും മിണ്ടാത്തേ? ഒരുത്തനോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ നമ്മുടെ കാരളിനെ കയറി കിസ് ചെയ്തു. അവൾ പെട്ടെന്ന് അവനെ തള്ളി മാറ്റി. പബ്ലിക്കായിട്ട് ഒരു സ്ത്രീയെ കിസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ചുറ്റുപാട് നിൽക്കുന്ന ആളുകളൊന്നും റെസ്പോണ്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, എല്ലാവരും ഒരേ രീതിയിൽ നമ്മുടെ കാരോളിനെ തന്നെ തുറച്ചു നോക്കി അവളുടെ അടുത്തേക്ക് വരുന്നു. അവര് ഹെലന്റെ ബോഡി എടുത്ത് മാറ്റാൻ നോക്കിയപ്പോൾ കാരൾ അവരോട് ദേഷ്യപ്പെട്ടു. നീയൊക്കെ എന്തോന്നാണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കൂട്ടത്തോടെ ഞങ്ങൾ നിന്നെ സഹായിക്കാൻ ശ്രമിക്കുവാണ് കാരോൾ എന്ന് പറഞ്ഞു. മതിയല്ലോ, ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനെ വട്ടാക്കാൻ ഇതൊക്കെ തന്നെ മതിയല്ലോ. വെപ്രാളപ്പെട്ട് കാരോൾ വണ്ടിയിൽ കയറി ഹെലന്റെ ബോഡിയും കൊണ്ട് തിരിച്ചു പോവാണ്. ഓൺ ദ വേയിൽ കുറേ ആളുകൾ നമ്മുടെ കാരോളിനെ കണ്ടിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു വരാൻ ശ്രമിക്കുന്നതായിട്ടും പല സ്ഥലങ്ങളിലും പടർന്നു പിടിച്ച തീ അവർ കെടുത്തുന്നതായിട്ടും ഒക്കെ ഇവൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഈ സിറ്റിയിലെ മുഴുവൻ ആളുകളെയും അഫക്ട് ചെയ്ത പോലെയുണ്ട്. നമ്മുടെ കാരോൾ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളും എന്തോ ഒരു എൻറ്റിറ്റിയുടെ കൺട്രോളിലാണ്. ഇതെല്ലാം വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് ഒരു നിമിഷമെങ്കിലും അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാവണം. തിരിച്ച് വീട്ടിലെത്തി ഡോർ തുറക്കാൻ നോക്കുമ്പോൾ കീ കാണാനില്ല. തുടർന്ന് കാരോൾ ഡോർ അടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് 2 കുട്ടികൾ വരും. നീ പേടിക്കേണ്ട കാരോൾ, ഞങ്ങൾ സഹായിക്കാൻ വന്നതാണ്. സ്പെയർ കീ ഉള്ള കാര്യം അറിയില്ലേ? 2016 ഏപ്രിലിൽ ആ പോട്ടിന്റെ അടിയിൽ വെച്ചിരുന്നു. വേണ്ട, എന്റെ അടുത്ത് വരരുത് എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് നിൽക്കുകയാണ് കാരോൾ. എന്നാലും പിള്ളേര് പറഞ്ഞത് കേട്ട് പോട്ടിന്റെ അടിയിൽ നോക്കുമ്പോൾ അവിടെ സ്പെയർ കീ ഉണ്ടായിരുന്നു. പോ നീ ഒന്നും ഇവിടെ നിന്നേക്കരുത് എന്ന് കാരോൾ പറഞ്ഞപ്പോൾ ഷുവർ കാരോൾ, ഞങ്ങളതാ പോയി എന്ന് പറഞ്ഞ് കുട്ടികൾ രണ്ടുപേരും നടന്നുപോയി. പിള്ളേര് വളരെ മെച്യൂർ ആയിട്ടാണ് സംസാരിക്കുന്നത്. സെയിം ടൈം ഭയങ്കര വിയേർഡുമാണ്. കൂടാതെ കാരോളിന്റെ അയൽവക്കക്കാരെല്ലാം അവരവരുടെ വീട്ടിൽ നിന്ന് പുറത്തു വന്ന് ഞങ്ങളെല്ലാം നിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് പറഞ്ഞു. ഇതെല്ലാം കണ്ട് കാരോളിന് ഭയങ്കര പേടിയായി. ഹെലന്റെ ശരീരവും വലിച്ചിഴിച്ച് റൂമിനകത്ത് കയറി. പുറത്തുള്ളവർ വീടിനകത്തേക്ക് കയറി വരാൻ ശ്രമിക്കുമെന്ന് പേടിച്ച് വാതിലും ജനാലയും എല്ലാം പ്രോപ്പറായിട്ട് അടച്ച് എല്ലാം മറയ്ക്കുന്ന സമയം ഇവളുടെ നെയ്ബേഴ്സ് എല്ലാം അവരവരുടെ വാഹനങ്ങളിൽ എങ്ങോട്ടോ പോകുന്നതും ഓൾറെഡി മരിച്ചുപോയവരുടെ ശരീരങ്ങളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നതും ഒക്കെ കാണാം. അതായത് റീസെന്റ് നടന്ന ഈ ഒരു വലിയ പ്രശ്നത്തിൽ മനുഷ്യരെല്ലാം മറ്റെന്തിന്റെയോ കൺട്രോളിലായ ഈ ഒരു വലിയ പ്രോസസ്സിൽ കുറേയധികം മനുഷ്യർ മരിച്ചിട്ടുണ്ട്. ഹെലനും അത് തന്നെയാണല്ലോ സംഭവിച്ചത്. ഈ ഒരു പ്രക്രിയയിലാണല്ലോ അവളുടെ ജീവനും പോയത്. എന്തോന്ന് ഈ സംഭവിക്കുന്നതെന്ന് അറിയാൻ ഇവൾ TV ഓൺ ചെയ്തു. ന്യൂസ് ചാനൽ ഒന്നും തന്നെ കിട്ടുന്നില്ല. ചാനൽ മാറ്റി വന്നപ്പോൾ വൈറ്റ് ഹൗസിൽ നിന്നുള്ള ലൈവ് മാത്രം കിട്ടുന്നുണ്ട്. വെരി സർപ്രൈസിംഗ്ലി അത് നമ്മുടെ കാരോളിനുള്ളൊരു മെസ്സേജ് ആയിരുന്നു. കാരോൾ, നീ തയ്യാറാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം എന്ന്. ഹൃദയമിടിപ്പ് കൂടി പേടിച്ചിട്ട് കയ്യും കാലും വിറയ്ക്കുന്നു. ഒരു ധൈര്യത്തിന് ഒരല്പം ഡ്രിങ്ക് ചെയ്തിട്ട് TV സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇവൾ കോൾ ചെയ്തു. വൈറ്റ് ഹൗസിൽ നിന്ന് നേരിട്ട് ഇവളോട് സംസാരിക്കുവാണ്. ഹായ് കാരോൾ, ഇന്ന് നീ കണ്ട കാര്യങ്ങളൊക്കെ നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഹെലൻ മരിച്ചത് മനഃപൂർവ്വം പറ്റിയൊരു തെറ്റ് കാരണമല്ല. നിന്റെ വിഷമത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. പിന്നെ നീ പേടിക്കൊന്നും വേണ്ട, കംപ്ലീറ്റ്ലി സേഫ് ആണ്. നീ നന്നായിരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾക്ക് കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടാവും. ഹെലന്റെ ബോഡി ഞങ്ങൾ ഡീൽ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കാരോൾ എതിർത്തു. ഓക്കെ കാരോൾ, നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറയാം. ജസ്റ്റ് നിന്റെ ഫോണിൽ 0 ഡയൽ ചെയ്താൽ മതി. ഫുഡ്, മെഡിസിൻസ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എല്ലാം ഞങ്ങൾ എത്തിച്ചു തരും. സെൽ നെറ്റ്വർക്ക് ഡൗൺ ആയതുകൊണ്ട് തൽക്കാലം നിനക്ക് ലാൻഡ് ലൈൻ യൂസ് ചെയ്ത് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും ഞങ്ങളോട് ചോദിക്കാനുണ്ടോ? നമ്മുടെ കാരോൾ അങ്ങ് പൊട്ടിത്തെറിച്ചു. ഇതെന്താണ് ഇവിടെ നടക്കുന്നേ? ഇതെന്താ ഏലിയൻ ഇൻവേഷൻ ആണോ? നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? നിങ്ങൾക്ക് എന്റെ പേരറിയാം, ഹെലന്റെ പേരറിയാം, ഹെലൻ മരിച്ചു എന്നുള്ള കാര്യം അറിയാം. TV സ്ക്രീനിലൂടെ എന്നോട് സംസാരിക്കുന്നു. എന്ത് ഡാഷാണ് നിനക്കൊക്കെ പറ്റിയത്? നീയൊക്കെ എന്റെ മൈൻഡ് റീഡ് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല കാരോൾ. ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയാലും ഞങ്ങളെ കൊണ്ടത് പറ്റില്ല. ഞങ്ങളോ? ആരെയും ഞങ്ങള്? ഏലിയൻസ് ആണോ? ഏയ് അല്ല കാരോൾ, ഞങ്ങൾ തന്നെയാണ്. ഏലിയൻസ് അല്ല, എന്നാൽ ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. 14 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ അസ്ട്രോണമേഴ്സിന് ഒരു പ്രത്യേക റേഡിയോ സിഗ്നൽ റിസീവ് ആയിരുന്നു. 600 ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള സിഗ്നസ് കോൺസ്റ്റലേഷനിൽ നിന്ന്. ഈ സിഗ്നലിൽ പ്രധാനമായും
4 ടോൺ ഉണ്ടായിരുന്നു: ഗുവനൈൻ, യുറാസിൽ, അഡനൈൻ, സൈറ്റോസൈൻ. ആൻഡ് ഇതൊരു RNA ആണ്. സയന്റിസ്റ്റുകൾ ഇത് ഡീകോഡ് ചെയ്ത് ലാബിൽ ക്രിയേറ്റ് ചെയ്തു. ഒരു പ്രത്യേകതരം വൈറസ് ആണിത്. ഈ വൈറസിലൂടെ ഞങ്ങൾ എല്ലാവരും ഒന്നായി, ഞങ്ങൾ കണക്ട് ചെയ്യപ്പെട്ടു. ഇപ്പൊ നീ എന്നോട് സംസാരിക്കുന്നത് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാവരും അറിയുന്നുണ്ട്. അതിനർത്ഥം ഞാൻ മാത്രം ഒറ്റപ്പെട്ടെന്നോ? അല്ല കാരോൾ, അങ്ങനെയല്ല. ലോകം മുഴുവൻ ഞങ്ങളുമായിട്ട് ഒരുപാട് പേര് കണക്ട് ആയിട്ടുണ്ടെങ്കിലും ഞങ്ങളുമായിട്ട് കണക്ട് ആവാത്തതായിട്ട് 12 പേരുണ്ട്. അതിലൊരാളാണ് നീ. എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളുമായിട്ട് കണക്ട് ആയില്ല എന്നുള്ളതിന്റെ റീസൺ വ്യക്തമല്ല. അധികം സമയം കളയാതെ ഞങ്ങൾ എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ച് നിങ്ങളെയും ഞങ്ങളുടെ ഭാഗമാക്കും. ഇതും കൂടെ കേട്ടപ്പോൾ കാരോളിന് വല്ലാണ്ടങ്ങ് പേടിയായി. വേണ്ട, എനിക്ക് നിങ്ങളുടെ കൂടെ ചേരണ്ടെങ്കിലോ? ഓ പ്ലീസ് കാരോൾ, ഇത് എത്രമാത്രം അടിപൊളിയാണെന്ന് നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും ഇവൾ കോള് കട്ട് ചെയ്തു. വീണ്ടും അവർ കോൺടാക്ട് ചെയ്ത് കാരോൾ ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കൂ എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും കാരോളിന് ദേഷ്യം വന്ന് കോള് കട്ട് ചെയ്തിട്ട് വിഷമത്തോടെ സങ്കടത്തോടെ ആ ഒരു ഫ്രസ്ട്രേഷനോട് അലറി വിളിക്കുവാണ്. ലോകം മുഴുവൻ ഇങ്ങനെ മാറിയിട്ട് 1 മണിക്കൂറായി. ശേഷം അടുത്ത ദിവസം ഏതോ അറേബ്യൻ രാജ്യം, അവിടെയും ആളുകളൊക്കെ ഇങ്ങനെ മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഹ്യൂമൻസ് എല്ലാവരും ഇങ്ങനെ ചേഞ്ച് ആയ സമയത്ത് എല്ലാവരും കുറച്ച് സമയം വിറച്ച് സ്റ്റക്കായി നിന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ടൈമിൽ ലോകം മുഴുവൻ ഒരുപാട് അപകടങ്ങളും മറ്റും നടന്നിരുന്നു. അങ്ങനെ അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ ശരീരങ്ങളെല്ലാം മാറ്റുന്നു. അക്കൂട്ടത്തിൽ അങ്ങനെ ശരീരങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ നേരെ എയർപോർട്ടിൽ ചെന്ന് പ്ലെയിനിൽ കയറി അതും ഓടിച്ച് അങ്ങനെ പോവാണ്. ഇവളൊരു പൈലറ്റ് ആയിരുന്നോ, പ്ലെയിൻ ഓടിക്കാൻ അറിയാമോ എന്നുള്ള ചോദ്യത്തിനോട് പ്രസക്തിയില്ല. ലോകത്തിലുള്ള ഇത്രത്തോളം ആളുകൾ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുമല്ലേ. സ്വാഭാവികമായിട്ടും മറ്റ് പൈലറ്റ്സും ഇവരുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിരിക്കുന്നത് കൊണ്ട് പൈലറ്റ്സിന്റെ അറിവുകൾ ഇവർക്കും കിട്ടും. എല്ലാവർക്കും എല്ലാം അറിയാവുന്ന എല്ലാ തരത്തിലുള്ള കഴിവുകളുമുള്ള ലോകം. ഹോൾ വേൾഡിൽ 12 ആളുകൾ ഒഴികെ ബാക്കിയുള്ള സകലരും കണക്റ്റഡ് ആയിരിക്കുകയല്ലേ. കട്ട് ചെയ്താൽ ഇവിടുത്തെ നമ്മുടെ കാരോൾ എഴുന്നേറ്റ് വരുന്നു. ഇന്നലെ രാത്രി കുടിച്ച് ബോധമില്ലാതെ പേടിച്ച് അങ്ങനെ കിടന്നുറങ്ങിയിരുന്നു. സാധാരണ ഒന്ന് ഉറങ്ങി എണീറ്റാൽ എല്ലാം ശരിയാകുമെന്നല്ലേ പറയാറ്. ഇവിടെ നമ്മുടെ കാരോൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തു. വെറുതെ ദേഷ്യപ്പെട്ടോ കരഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഓവർ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നോട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ലോകം മുഴുവൻ ഇങ്ങനെ മാറിയിരിക്കുന്ന ഈ ദുരവസ്ഥയിൽ നിന്ന് എങ്ങനെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ പറ്റും? അങ്ങനെ ചിന്തിച്ചാൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഹെലന്റെ ശരീരം ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ടേക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരി ഒരു ബ്ലാങ്കറ്റ് എടുത്ത് അവളെ പുതപ്പിച്ച് വീടിന് മുറ്റത്ത് കുഴി തോണ്ടുവാണ്. ഏതാണ്ട് ഒരു 2 മണിക്കൂറോടെ കഴിഞ്ഞപ്പോൾ ദേ ഒരു പുള്ളിക്കാരി നമ്മുടെ കാരോളുടെ വീട്ടിൽ വന്നു. നേരത്തെ പ്ലെയിൻ ഓടിച്ചു വന്ന അതേ ആള് തന്നെ. ഹേ കാരോൾ, നീ പേടിക്കണ്ട, കുറച്ച് റെസ്റ്റ് എടുത്താൽ നന്നായിരിക്കും. 2 മണിക്കൂറായിട്ട് നീ ഈ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക. കാരോളിന് ദേഷ്യം വന്നു. എന്താ നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങളെന്നെ നിരീക്ഷിക്കുന്നുണ്ടല്ലേ? എവിടെയാ നീയൊക്കെ ക്യാമറ വെച്ചേക്കുന്നേ? അല്ല, ഇവിടെ ക്യാമറ ഒന്നുമില്ല. 4000 ഫീറ്റ് മുകളിൽ ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്. അതിലൂടെ ഞങ്ങൾ നിന്നെ കാണുന്നുണ്ടായിരുന്നു. അല്ല, നിനക്ക് ഓക്കെ അല്ലെങ്കിൽ പറഞ്ഞു വിട്ടേക്കാം. ദാ വെള്ളം കുടിക്ക്. കാരോൾ കുടിക്കാൻ തയ്യാറായില്ല. സംശയം ആ വെള്ളത്തിൽ ഇവരെന്തെങ്കിലും കലക്കിയിട്ടുണ്ടോന്ന്. ഇവളെയും അവരെ പോലെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. പ്ലീസ് കാരോൾ, ഭൂമിയിലുള്ള എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് നീ ഇപ്പോൾ വെള്ളം കുടിക്കണമെന്നാണ്. കാരോൾ ഇവളുടെ അടുത്തേക്ക് നടന്നു വന്ന് കുപ്പി വാങ്ങി വെള്ളം മുഴുവൻ കളഞ്ഞു. കാരോൾ, നിന്റെ വീട്ടിലും വെള്ളം വരുന്നുണ്ടല്ലോ, അതെങ്കിലും കുറച്ച് കുടിക്കൂ. നിന്നെ അപ്സെറ്റ് ചെയ്തതിൽ സോറി എന്നും പറഞ്ഞ് ഈ പുള്ളിക്കാരി അവിടുന്ന് മാറിപ്പോയി. അവൾ ഇവിടെ വന്നതും പറഞ്ഞതും ഒക്കെ കേട്ടിട്ട് കാരോളിന് എന്തോ ഒരു സംശയം. പുള്ളിക്കാരി ഓടിച്ചെന്ന് ഇവൾ എഴുതിയ ബുക്കിൽ ഒരെണ്ണം എടുത്തുകൊണ്ട് വന്ന് ഇവളോട് സംസാരിക്കാൻ വന്ന ഈ പുള്ളിക്കാരിയുടെ മുഖവും ഈ ബുക്കിലെ കവർ പിക്കും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി. ഇത് നമ്മുടെ കാരോൾ എഴുതിയ ക്യാരക്ടർ റബാൻ അല്ലേ? റബാനെ പോലെ തന്നെയുള്ളൊരു ക്യാരക്ടറിനെയാണ് ഇവളോട് സംസാരിക്കാൻ അയച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇവിടെ അടുത്തെങ്ങുമുള്ള ആളുകൾ കാരോളിനോട് സംസാരിക്കാൻ വരാതെ മറ്റേതോ രാജ്യത്തുണ്ടായിരുന്ന ഇവളെ ഇവിടെ എത്തിച്ചത്, കാരോളിനോട് സംസാരിക്കാൻ വേണ്ടി മാത്രം. അല്ല, അതിരിക്കട്ടെ, റബാൻ എന്ന ക്യാരക്ടർ ആണല്ലേ, പിന്നെന്തിനാണ് പെണ്ണിനെ അയച്ചത്? ഉത്തരം കാരോൾ തന്നെ പറയുന്നുണ്ട്. റബാൻ എന്ന ക്യാരക്ടറിനെ വുമൺ ആക്കാനായിരുന്നു അവളുടെ തീരുമാനം. ഒറിജിനലി അങ്ങനെ ആയിരുന്നു. ഇക്കാര്യം നമ്മുടെ കാരോളിനും ഹെലനും മാത്രമേ അറിയുള്ളായിരുന്നു. എങ്ങനെ ഇക്കാര്യം ഇവരറിഞ്ഞു? കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇന്നലെ ഹെലൻ മരിക്കുന്നതിന് മുമ്പ് ഇവരുടെ ഭാഗമായിരുന്നു. ഇവരുടെ ഭാഗമായതിനു ശേഷമാണ് പുള്ളിക്കാരി മരിക്കുന്നത്. അതിനർത്ഥം ഹെലൻ അറിയാവുന്ന സകല കാര്യങ്ങളും ഇപ്പോൾ ഇവർക്കും അറിയാം. കാരോളിന് സഹിക്കാൻ പറ്റിയില്ല. ഹെലൻ നിങ്ങളുടെ കൂടെ ചേർന്നിട്ടില്ല, ഹെലൻ നിങ്ങളുടെ ഭാഗമല്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട്. കാരോൾ കുറച്ചധികം റൂഡായിട്ട് സംസാരിച്ചപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ആ പുള്ളിക്കാരി ദേ ഒരുമാതിരി കുഴഞ്ഞു വീഴുന്നു. ഇതെന്താ ഇവക്ക് പറ്റിയേ? ആരോടെങ്കിലും സഹായം ചോദിക്കാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ എങ്ങും ആരെയും കാണാനില്ല. ഉടനെ വണ്ടി എടുത്ത് കുറച്ച് മുന്നോട്ട് പോകുന്നു. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ ദേ അവിടെ കുറെ ആളുകളുണ്ട്. കാരോളിനോട് സംസാരിക്കാൻ വന്ന ആ പുള്ളിക്കാരിക്ക് പറ്റിയത് എന്താണോ അത് തന്നെ ഇവർക്കും സംഭവിച്ചിട്ടുണ്ട്. കുറച്ചുപേരെ നിലത്ത് വീണ് കിടക്കുവാണ്. കുറച്ചാളുകൾ നിന്ന് നിപ്പിൽ വിറയ്ക്കുന്നു. ദേ കൂട്ടത്തിൽ ഒരുത്തൻ ക്രെയിന് മുകളിൽ തൂങ്ങിക്കിടന്ന് ഇങ്ങനെ വിറയ്ക്കുന്നു. ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അവൻ മരിച്ചു പോകത്തില്ലേ? കാരോൾ അതിന്റെ കൺട്രോൾ എടുത്ത് അവനെ താഴെ ഇറക്കാൻ ശ്രമിക്കുവാണ്. ബട്ട് ഇവൾക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. കൺട്രോൾസ് പ്രോപ്പറായിട്ട് അറിയാതെ ആ തൂങ്ങിക്കിടക്കുന്ന വ്യക്തിനെ എങ്ങനെ താഴെ ഇറക്കുമെന്ന് അറിയാതെ ഇവളിങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോൾ ദേ ചുറ്റുപാടുള്ളവരെല്ലാം വീണ്ടും ഓക്കെ ആയി എഴുന്നേറ്റ് വരുന്നു. കുറച്ച് സമയം മാത്രം ഉണ്ടായിരുന്ന എന്തോ ഒരു സീസറായിരുന്നു. ഇപ്പൊ എല്ലാവരും ഓക്കെ ആയിട്ടുണ്ട്, ആ തൂങ്ങിക്കിടക്കുന്നവൻ ഉൾപ്പെടെ. അല്പം മുമ്പ് നമ്മുടെ കാരോൾ ആ പുള്ളിക്കാരോട് ദേഷ്യപ്പെട്ടില്ലേ, ആ പുള്ളിക്കാരോട് അലസില്ലേ, അത് എല്ലാവരെയും അഫക്ട് ചെയ്തു. കണക്റ്റഡ് ആയിട്ടുള്ള സകല ആളുകളെയും അഫക്ട് ചെയ്ത് ഒരുമാതിരി സീസർ വരുന്ന പോലെ കുറച്ചു നേരം അവരങ്ങനെ അങ്ങ് നിന്നുപോയി. ഇതിനൊക്കെ ശേഷം കാരോൾ തിരികെ വീട്ടിലെത്തിയപ്പോൾ ഇവൾക്ക് ഇവിടെ ഈ കുഴി കുഴിക്കുന്നതിന്റെ സൗകര്യത്തിന് വേണ്ടി വെക്കാൻ ക്യാപ്പും ഗ്ലൗസും ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് മറ്റേ പുള്ളിക്കാരി പോയത്. ഉടനെ ഇവൾ അകത്ത് കയറി ഫോൺ എടുത്ത് 0 ഡയൽ ചെയ്ത് ഇപ്പൊ ഇവളോട് സംസാരിക്കാൻ വന്ന് അവളെ വീണ്ടും അയക്കാൻ പറഞ്ഞു. ആ പുള്ളിക്കാരി വന്നു. ഇപ്പൊ ഇവർക്കെല്ലാം ഇങ്ങനെ സംഭവിച്ചതിന് കാരണം കാരോൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ അതെ കാരോൾ, ഞങ്ങളോട് അങ്ങനെ നെഗറ്റീവ് ഇമോഷൻസ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളെ എല്ലാവരെയും അഫക്ട് ചെയ്യും. അത് ഞാൻ കണ്ടല്ലോ. അല്ല, എത്ര പേര് ഞാൻ കാരണം ഹേർട്ടായി? ആർക്കെങ്കിലും എന്തെങ്കിലും വലിയ പ്രശ്നം പറ്റിയോ? ആരെങ്കിലും മരിച്ചോ? അത് പിന്നെ കാരോൾ, വേൾഡ് വൈഡ് കുറച്ചാളുകൾ മരിച്ചു. എത്ര എന്ന് ചോദിച്ചപ്പോൾ എക്സാക്ട് നമ്പർ ഈ
പുള്ളിക്കാരി ഇവിടെ പറയുന്നില്ല. അത് കേട്ടാൽ കാരോൾ ഒട്ടും ഓക്കെ ആവില്ലെന്നറിയാം. ലോകം മുഴുവൻ വളരെ കുറച്ച് ആളുകളെന്ന് പറഞ്ഞാലും അതൊരു വലിയ നമ്പറാണ്. എത്ര പേര് മരിച്ചു എന്ന് എക്സാക്ട്ലി പറഞ്ഞു കൊടുക്കാത്തതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കാരോളിനെ അൺകംഫർട്ടബിൾ ആക്കുന്ന ഒന്നും തന്നെ ഇവർ ചെയ്യില്ല. താൻ ഒരുപാട് പേരുടെ മരണത്തിന് കാരണമായി എന്ന് മനസ്സിലാക്കി കാരോൾ ഛർദ്ദിക്കുമ്പോൾ ഈ പുള്ളിക്കാരി വന്ന് അവളെ ആശ്വസിപ്പിച്ചിട്ട് കാരോളിനെ ഹെൽപ്പ് ചെയ്യാൻ ഇവൾ കുഴി തോണ്ടുന്നു. ഒരാളെ കുഴിച്ചിടാൻ പാകത്തിന് കുഴി തോണ്ടണ്ടേ? രണ്ടുപേരും മാറി മാറി പണിയെടുത്താലും കുറേ സമയമെടുക്കും. കാരോൾ സമ്മതിക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി തീർത്ത് തരാമെന്ന് ഈ റബാൻ പറഞ്ഞു. കാരോളും ഒരുപാട് പണിയെടുത്ത് ക്ഷീണിച്ചിരുന്നു. പുള്ളിക്കാരി സമ്മതിച്ചപ്പോൾ ഇവർ ഹെലികോപ്റ്ററിൽ ഒരു മിനി എക്സ്കവേറ്റർ കൊണ്ടിറക്കി അതുപയോഗിച്ച് മണ്ണ് മാന്തി ഹെലന്റെ ശരീരം അതിനകത്ത് കുഴിച്ചിട്ടു. കണ്ടില്ലേ എത്ര നിസ്സാരമായിട്ടാണ് ഇതൊക്കെ എത്തിച്ചതെന്ന്? ഒത്തൊരുമയാണ് ഇവരുടെ മെയിൻ. എന്റേത് നിന്റേത് എന്നൊന്നും പറഞ്ഞ് ഒന്നും പിടിച്ചു വെക്കുന്നില്ല. ഇപ്പൊ ഈ നിമിഷം നമ്മുടെ കാരോൾ അവൾക്കൊരു എയ്റോപ്ലെയിൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൊണ്ടു കൊടുക്കും. നിസ്സാരം പപ്പടത്തിന് വേണ്ടിയും ബ്ലേസിന് വേണ്ടിയും ഒക്കെ അടിയുണ്ടാക്കിക്കൊണ്ടിരുന്ന മനുഷ്യരല്ല ഇത്. ഇപ്പൊ ഇവർക്ക് അങ്ങനെ എനിക്ക് നിനക്ക് എന്നുള്ള ചിന്തയൊന്നുമില്ല. കണക്റ്റഡ് ആയതോടെ സ്വാർത്ഥ ചിന്തകളെല്ലാം പോയി. മനുഷ്യൻ്റേതല്ലാത്ത സ്വഭാവമുള്ള മനുഷ്യരായി. മനുഷ്യരെല്ലാവരും ഇങ്ങനെ ചേഞ്ച് ആയപ്പോൾ ഭൂമിയിലുണ്ടായിരുന്നവരെ മാത്രമല്ല ഇത് അഫക്ട് ചെയ്തത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നവരെയും നോർത്ത് പോളിലും സൗത്ത് പോളിലും ഉണ്ടായിരുന്നവരെയും വളരെ റിമോട്ട് പ്ലേസിൽ വർക്ക് ചെയ്തിരുന്നവരെ പോലും അഫക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ കൺവേർട്ട് ആയിട്ടുണ്ട്. ഹോൾ വേൾഡിൽ ഇങ്ങനെ കണക്ട് ആവാത്തതായിട്ട് ആകെ 13 പേരേ ഉള്ളൂ. നേരത്തെ പറഞ്ഞിരുന്നത് മുഴുവൻ 12 ആളുകളെ ഉള്ളൂ എന്നാണ്. എന്നാൽ 13 ഉണ്ട്. പരാഗ്വേയിലുള്ള കൺവേർട്ട് ആയിട്ടില്ലാത്തൊരു മനുഷ്യനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഇന്ന് രാവിലെയാണ് ഇവർക്ക് കിട്ടിയത്. കൺവേർട്ട് ആയിട്ടില്ലാത്ത നമ്മുടെ കാരോൾ ഒഴികെയുള്ള ബാക്കി 12 ആളുകളിൽ 5 പേർക്ക് ഇംഗ്ലീഷ് അറിയാം. അവരുടെയൊക്കെ സെക്കൻഡ് ഓർ തേർഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. അവരെയൊക്കെ മീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് കാരോൾ. ഉദ്ദേശം ലോകം വീണ്ടും പഴയ പോലെ ആക്കുക, അതിന് അവരുടെ കൂടെ സഹായം ചോദിക്കുക എന്നുള്ളതാണ്. ഇക്കാര്യം റബാനോട് പറഞ്ഞ ഉടനെ തന്നെ ഇതുപോലെ കൺവേർട്ട് ആയിട്ടില്ലാത്ത ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ആ 5 ആളുകളുടെ അടുത്ത് നിൽക്കുന്ന കൺവേർട്ട് ആയിട്ടുള്ള ആളുകൾ ത്രൂ ഇവളുടെ ആവശ്യം അവരെ അറിയിച്ചു. അതിൽ അവർ 5 പേരും തങ്ങളെ കാരോളിനെ മീറ്റ് ചെയ്യാൻ റെഡിയാണ് എന്ന് അറിയിച്ചു. എല്ലാം നിമിഷ നേരം കൊണ്ടാണ്. ഇവരൊക്കെ ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നത് കൊണ്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ PK പറഞ്ഞ ആ ലോകം പോലെ ആയിരിക്കുവാണ് ഇപ്പോൾ ഭൂമി. ആർക്കും കള്ളം പറയേണ്ട ആവശ്യമില്ലാത്ത, എല്ലാവരും കണക്റ്റഡ് ആയിട്ടുള്ള, എല്ലാവർക്കും എല്ലാം അറിയാവുന്ന ലോകം. സ്വബോധത്തിലുള്ള ഈ 13 ആളുകളെ കൂടെ കൺവേർട്ട് ചെയ്യാൻ പറ്റിയാൽ ഭൂമി അങ്ങനെയാവും. ഏതായാലും ഇംഗ്ലീഷ് അറിയാവുന്ന 5 പേരും മീറ്റ് ചെയ്യാൻ സമ്മതമാണെന്ന് അറിയിച്ചല്ലോ. അടുത്ത ദിവസം തന്നെ അവരെ മീറ്റ് ചെയ്യാൻ ബിൽബാവുവിലേക്ക് പോവാണ്. ഓൺ ദ വേയിൽ റബാൻ നമ്മുടെ ഹീറോയിനെ വാൺ ചെയ്യുന്നുണ്ട്. ആ 5 പേരും ഇതുവരെ കൺവേർട്ട് ആയിട്ടില്ലാത്തത് കൊണ്ട് അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ടുണ്ടായാൽ ഒരുപക്ഷെ തങ്ങൾക്ക് എല്ലാവരെയും രക്ഷിക്കാൻ പറ്റണമെന്നില്ല എന്നും പറയുന്നുണ്ട്. ഇവരൊക്കെയാണ് ഇതുവരെയും കൺവേർട്ട് ആയിട്ടില്ലാത്ത ആ 5 ആളുകളല്ല, 4 ആളുകൾ. ഒരാൾ ഇനിയും വന്നിട്ടില്ല. വരും. ആ വ്യക്തി വരുന്നതിന് മുമ്പ് നമ്മുടെ ഹീറോയിൻ ഇവരെയൊക്കെ പരിചയപ്പെടുന്നു. ഇദ്ദേഹം ഓഡ്ഗോൺ ബെയർ, ഇവര് ക്ഷൂമെ, ഇത് ക്യുസിമായോ ആൻഡ് ഇത് ലക്ഷ്മി ഇന്ത്യക്കാരിയാണ്. ഇവരുടെയൊക്കെ മദർ ടങ്ക് വേറെ വേറെ ആണെങ്കിലും കാര്യം പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും. ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഇവരുടെയൊക്കെ ഫാമിലി മെമ്പേഴ്സ് ഇവരോടൊപ്പം വന്നിട്ടുണ്ട്. നമ്മുടെ ഹീറോയിന്റെ കൂടെ റബാൻ വന്ന പോലെ ബാക്കിയുള്ള ഓരോരുത്തരുടെയും കൂടെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. ആൻഡ് ഇവരെല്ലാം കൺവേർട്ടഡ് ആണ്. 5ൽ 4 ആളല്ലേ വന്നിട്ടുള്ളൂ. 5ാമത്തവൻ വരാൻ താമസിക്കുന്നത് എന്താന്ന് വെച്ചാൽ അവനൊരു സ്പെഷ്യൽ പ്ലെയിൻ വേണമെന്ന് പറഞ്ഞു വന്നു. അധികം താമസിയാതെ ആളെത്തി. അതും US പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ പ്ലെയിൻ എയർഫോഴ്സ് 1. ഭൂമിയിൽ ഇങ്ങനെ വലിയൊരു ചേഞ്ച് ഉണ്ടായപ്പോൾ ഈ ഒറ്റയൊരുത്തം മാത്രം ഈ അവസരം നന്നായിട്ട് അങ്ങ് മുതലാക്കി. ഓൾറെഡി കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകളോട് ഇവർ കൺവേർട്ടഡ് ആയിട്ടില്ലാത്തവർ എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ടാൽ കൺവേർട്ടഡ് ആയിട്ടുള്ളവർ ഒരു മടിയും കൂടാതെ അത് ചെയ്തു കൊടുക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ എന്തും അനുസരിക്കും. അടിമകളെ പോലെ കൊണ്ടു നടക്കാം. അവൻ ഇത് മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരുത്തന്റെ എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ള ഒരു ടൂളായിട്ട് അവൻ ഇവരെയൊക്കെ യൂസ് ചെയ്യുവാണ്. ഇവന്റെ പേരാണ് കൂമ്പ ഡയാബറ്റ്. ആള് ഭയങ്കര ചില്ലാണ്. എന്തോന്ന് ദുരന്തം ഉണ്ടായാലും അതിന്റെ മണ്ടയ്ക്ക് കൊടി കുത്തി ആഘോഷിക്കുന്ന ഒരു ടൈപ്പ്. ആദ്യമേ പരിചയപ്പെട്ട 4 ആളുകളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എങ്ങനെയെങ്കിലും മുന്നോട്ട് നീക്കാമെന്ന് നമ്മുടെ ഹീറോയിനൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇവന്റെ കാര്യത്തിൽ ആ പ്രതീക്ഷയില്ല. കാരണം ഇവൻ ഈ ജീവിതം എൻജോയ് ചെയ്തു തുടങ്ങി. കിട്ടിയ അവസരം മുതലാക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഭൂമിയിലുള്ള ഇത്രയും ആളുകൾ നമ്മൾ പറയുന്നത് എന്തും കേൾക്കാൻ തയ്യാറായിട്ട് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവരെ പറ്റി ചിന്തിക്കാനോ അവരുടെ ഇമോഷന് വില കൊടുക്കാനോ പഴയ പോലെയായി അവരും നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ചിന്തിക്കാനോ ഒരുപാട് പേർക്ക് പറ്റണമെന്നില്ല. ഒരു പരിധിവരെ റൈറ്റ് വിങ് ആറ്റിറ്റ്യൂഡുള്ള ഒരുപാട് പേര് ഇത് മുതലാക്കത്തേ ഉള്ളൂ. മോർ പ്രിസൈസ്ലി സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സെൽഫിഷ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും ഇതെല്ലാം പഴയ പോലെ ആവണമെന്ന് ആഗ്രഹിക്കത്തില്ല. നമ്മുടെ കരോൾ ഏതായാലും അങ്ങനെയല്ല. എല്ലാം നോർമൽ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ട് ഈ 5 പേരോട് മാത്രം പേഴ്സണലായിട്ട് സംസാരിക്കുന്നു. എങ്ങനെ ഇതെല്ലാം പഴയ പോലെ ആക്കാം? എന്താണ് ഇവിടെ സംഭവിച്ചത്? ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിവുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഇവള് ചോദിക്കുമ്പോൾ ബാക്കിയുള്ള 5 ആൾക്കും ഇവളീ പറയുന്നതിനോട് അത്ര താല്പര്യമില്ലാന്ന്. എന്തിനാ എല്ലാം പഴയ പോലെ ആവുന്നേ? ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇവർ എൻജോയ് ചെയ്യുന്നില്ലേ? ഇവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അവർ കൃത്യമായി ഉത്തരം കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പണിയെടുക്കാതെ തിന്നാം. അത് തന്നെ വലിയൊരു പ്ലസ് അല്ലേ? അല്ലാതെ നിങ്ങളെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? ലോകം പഴയ പോലെ ആകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമൊന്നുമില്ലേ? കമോൺ ഗൈസ്, നമ്മൾ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഉടനെ ലക്ഷ്മി ഇത്തിരി ഏറെ ദേഷ്യത്തോട്, നീയല്ലേ ഇവരോടൊക്കെ ദേഷ്യപ്പെട്ടത്? ഇവരൊക്കെ കുറെ നേരം അങ്ങനെ സ്റ്റക്കായി നിന്നു പോകാൻ കാരണം നീയല്ലേ? ആ സമയം ഞാനൊരു വാഹനത്തിലായിരുന്നു. എല്ലാവരും ഇങ്ങനെ സ്റ്റക്കായി പോയപ്പോൾ വണ്ടി ഓടിച്ചിരുന്ന എന്റെ ഗ്രാൻഡ് ഫാദറും സ്റ്റക്കായി ആക്സിഡന്റായി അദ്ദേഹം മരിച്ചു. നീയാണ് അദ്ദേഹത്തെ കൊന്നത്. ഇത് കേട്ടതും ഇവിടെയുള്ളവരെല്ലാം അങ്ങ് സ്റ്റക്കായി പോയി. മറ്റവർ സ്റ്റക്കാവുന്നതിനോട് ഇങ്ങനെ വിറച്ച് നിന്നതല്ല. ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരോൾ സോറിയൊക്കെ പറഞ്ഞ് എന്നോട് ക്ഷമിക്കണം, ഞാൻ അന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ. ശരിയാണ്, നിനക്ക് നിന്റെ ഗ്രാൻഡ് ഫാദറിനെ നഷ്ടപ്പെടാൻ കാരണം ഞാനാണ്. പക്ഷേ നിന്റെ ബാക്കി ഫാമിലിയുടെ
കാര്യമോ? നിങ്ങളുടെയൊക്കെ വേണ്ടപ്പെട്ടവരെ നിങ്ങൾക്ക് ഇതുപോലെയാണോ വേണ്ടത്? റോബോട്ട്സിനെ പോലെ പെരുമാറണോ അവരെ വീണ്ടും പഴയ പോലെ ആക്കാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അതിന്റെ ഒരാവശ്യമില്ല, മോളൊന്നും ചെയ്യാതിരുന്നാൽ മതി എന്ന് ലക്ഷ്മി. ഇവർക്ക് ആരെയും നഷ്ടപ്പെട്ടിട്ടില്ല. ലക്ഷ്മിക്ക് ഒരു മകനുണ്ട്, അവൻ ഇപ്പോഴും ലക്ഷ്മിയുടെ കൂടെ തന്നെയുണ്ട്, പയ്യൻ ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആണെന്ന് ലക്ഷ്മി പറയുമ്പോൾ, ഏത് നിന്റെ മോൻ ഇപ്പോഴും പഴയ പോലെ ആണെന്നോ? എയർപ്ലെയിൻ ഓടിക്കാൻ പറഞ്ഞാൽ അവനിപ്പോൾ ഓടിക്കും. അവനിപ്പോൾ നിന്റെ മകൻ മാത്രമല്ല, ഇങ്ങനെ ചേഞ്ച് ആയിട്ടുള്ള എല്ലാവരും അവനാണ്. നിന്റെ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ പോലും അവനാണ്. അതൊരു പോയിന്റ് ആണല്ലോ. നമ്മുടെ മോദിജിയും മറ്റു പൊളിറ്റീഷ്യൻസും ഒക്കെ ഇങ്ങനെ ആവുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എന്താവശ്യപ്പെട്ടാലും ചെയ്യുന്ന പോലെ അങ്ങനെയാണ് ഇപ്പോൾ ലോകം. ക്യാരോൾ അവളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ലക്ഷ്മി അടക്കം ഒരാളും ഇതിനൊന്നും സമ്മതിക്കുന്നില്ല. കൂട്ടത്തിൽ ലക്ഷ്മിക്കാണ് വാശി കൂടുതൽ. ലോജിക്കലായിട്ട് എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താലും അതൊന്നും പുള്ളിക്കാരിയുടെ തലയിൽ കയറുന്നില്ല. അവൾ നോർത്ത് ഇന്ത്യക്കാരി ആവാനാണ് ചാൻസ് കൂടുതൽ. ഈ ഒരു ലോകമാണ് ഒരുപാട് ബെറ്റർ എന്നാണ് ഇവരുടെയൊക്കെ കാഴ്ചപ്പാട്. ആരും ഇപ്പോൾ ജയിലിൽ കിടക്കുന്നില്ല, ആരും ശിക്ഷിക്കപ്പെടുന്നില്ല, എങ്ങും മോഷണമോ കൊലപാതകമോ ഒന്നും നടക്കുന്നില്ല. ജാതി മതങ്ങളുടെ പേരിൽ കളറിന്റെ പേരിൽ ആരെയും അകറ്റി നിർത്തുന്നില്ല. എല്ലാം നോർമലാണ്, പുതിയ നോർമലാണ്. ഈ പുതിയ ലോകമാണ് എന്തുകൊണ്ടും നല്ലത്. ഈ ലോകം അടിപൊളിയാണ് എന്നാണ് എല്ലാവരുടെയും തീരുമാനം. ദെൻ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. ഇവർ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് വെജും നോൺ വെജും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നോൺ വെജ് ഇനിയിപ്പോൾ അധികകാലം കഴിക്കാൻ കിട്ടില്ല എന്ന് ഇവർ പ്രത്യേകം പറയുന്നുണ്ട്. നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീസ് ചെയ്തൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ചിക്കൻ മീറ്റ് ഐറ്റംസ് ഒക്കെ ഇനി കിട്ടുള്ളൂ. കാരണം ഇവരാരും വേട്ടയാടത്തില്ല, ഒരു മീനിനെ പോലും തങ്ങൾ കൊല്ലില്ല എന്ന് പറയുന്നുണ്ട്. സോ എത്ര കാലം സ്റ്റോറേജിൽ ഈ നോൺ വെജ് ഐറ്റംസ് അവൈലബിൾ ആണോ അത്രയും നാൾ ഇവർക്ക് കഴിക്കാൻ കിട്ടും. പിന്നെ അങ്ങോട്ട് വെജ് കഴിക്കേണ്ടി വരും. ക്യാരോൾ ഒഴികെ ബാക്കി എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നു. പാവം ക്യാരോൾ മാത്രം ഇതുങ്ങളെല്ലാം വിളിച്ചു വരുത്തി ഇതുങ്ങളുടെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വന്നല്ലോ എന്നുള്ള മട്ടിൽ അങ്ങനെ ഇരിക്കുക. ഭൂമിയിൽ ഇങ്ങനെ വലിയൊരു മാറ്റം ഉണ്ടായപ്പോൾ അന്ന് ആ സമയത്തുണ്ടായ അപകടങ്ങളിൽ ഒരുപാട് ആളുകൾ മരിച്ചിരുന്നല്ലോ. വേട്ടയാടത്തില്ല, ജീവനുള്ള ഒന്നിനെയും കൊല്ലത്തില്ല, ഒരു കൊതുകിനെയും പോലും കൊല്ലത്തില്ല എന്നൊക്കെ പറയുന്ന ഇവർ കാരണം ഇത്രത്തോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മുടെ ഹീറോയിൻ പറഞ്ഞപ്പോൾ ആ ഒരു ടൈമിൽ 88 കോടിയിലധികം ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഇവരോട് ദേഷ്യപ്പെട്ടത് കാരണം ഏതാണ്ട് 11 മില്യൺ ആളുകൾ മരിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് ലക്ഷ്മി. ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം റബാൻ നമ്മുടെ ഹീറോയിനോട് പറഞ്ഞിരുന്നില്ല. ഒരു തരത്തിലും മനുഷ്യരെ വേദനിപ്പിക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നില്ല. ആദ്യ സമയങ്ങളിൽ വളരെ പതുക്കെയായിരുന്നു ഇവരിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരുന്നത്. ഓരോരുത്തരെ അടുത്തുള്ള ആളുകളെ കിസ് ചെയ്ത് അങ്ങനെ ഓരോരുത്തരെ അവരവരുടെ ഭാഗമാക്കി അങ്ങനെയായിരുന്നു. എന്നാൽ ഗവൺമെന്റ് ഇക്കാര്യം മനസ്സിലാക്കുകയും ഒരു മിലിറ്ററി മൂവ്മെന്റ് ഇവർക്കെതിരെ നടത്തുകയും ചെയ്തപ്പോൾ ഇവർക്ക് ആ ഒരു പ്രോസസ് വേഗത്തിലാക്കേണ്ടി വന്നു. അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുകയും 88 കോടിയിലധികം ആളുകൾ മരിക്കുകയും ചെയ്തത്. അതും പോരാഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവളുടെ ഒരു സമയത്ത് ഇമോഷൻ പ്രകടിപ്പിച്ചത് കാരണം 11 മില്യൺ ആളുകൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഇവൾക്കും സഹിക്കാൻ പറ്റിയില്ല. കുറേ മദ്യപിച്ച് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് ഇപ്പോൾ ഈ സുബോധത്തോടെയുള്ള 5 പേരും ഹ്യൂമൻ റേസിനെ തന്നെ ചതിക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നടന്നു പോയതാണ്. എടുത്തടിച്ച് വീണു. ഉടനെ ചേഞ്ച് ആയിട്ടുള്ളവർ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഓടിച്ചെന്നു. മാറ്, നിന്നോടൊക്കെ മാറാനല്ലടി പന്ന ഡാഷ് മക്കളെ എന്ന് പറഞ്ഞ് ക്യാരോൾ അങ്ങോട്ട് ദേഷ്യപ്പെട്ടതും എഗെയിൻ നേരത്തെ സംഭവിച്ച പോലെ ഇവളുടെ ഇമോഷൻസ് കാരണം ഇവരെല്ലാം അഫക്റ്റഡ് ആയി എല്ലാവരും വിറയ്ക്കാൻ തുടങ്ങി. ഒരു തവണ ഇങ്ങനെ സ്റ്റക്കായപ്പോൾ 11 മില്യൺ ആളുകളാണ് മരിച്ചത്. ഇത്തവണ വീണ്ടും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തോരം ആളുകൾ മരിക്കും. ഒന്നാമതേ ഈ വന്ന 5 പേർക്ക്, സ്വബോധത്തോടെയുള്ള 5 പേർക്ക് ഇവരെ ഇഷ്ടപ്പെട്ടില്ല. ലക്ഷ്മിക്ക് ഇവളെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ലക്ഷ്മിയുടെ മകൻ രവി ഉൾപ്പെടെ ഈ വന്നവരുടെയൊക്കെ ഫാമിലി ഇങ്ങനെ സ്റ്റക്കായി വിറച്ച് നിൽക്കുകയും കൂടി ആയപ്പോൾ ഇനി ഒരു തരത്തിലും ക്യാരോളുമായിട്ടൊരു സഹകരണം വേണ്ട, ഇവൾ പറയുന്നത് കേൾക്കുകയേ വേണ്ടെന്ന് അവർ തീരുമാനിച്ചു. ദെൻ അടുത്ത ദിവസം ക്യാരോളിന്റെ ആവശ്യപ്രകാരം അവളെ മീറ്റ് ചെയ്യാമെന്നവരിൽ 4 ആൾ തിരികെ പോയി. കൂമ്പ ഇവിടെ തന്നെയുണ്ട്. അവൻ കുറെ പെണ്ണുങ്ങളിലൂടെ ഇങ്ങനെ ചില്ലടിച്ച് സംസാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ ക്യാരോൾ അവനോട് സംസാരിക്കാൻ ചെല്ലാണ്. ഹേയ് ക്യാരോൾ, എങ്ങനെയുണ്ട്? നന്നായിട്ട് ഉറങ്ങിയോ? പിന്നെ സ്റ്റാലിനെ പോലെ മില്യൺ കണക്കിന് ആളുകളെ കൊന്നതല്ലേ ഞാൻ, സ്വസ്ഥമായിട്ട് ഉറങ്ങി. ഏയ് അതിലൊന്നും ഒരു കാര്യമില്ലെന്നേ. ദേ ഇവരാരെങ്കിലും ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ? എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരു കുഴപ്പവുമില്ല എന്ന് പറയാണ്. അവരങ്ങനെ റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. സ്വബോധത്തോടെയുള്ളവരെ മാക്സിമം കംഫർട്ടബിൾ ആക്കി വെക്കും. പ്രശ്നം ഇവിടെ കൂമ്പയെ പോലുള്ള ആളുകളാണ്. ഇവർ കുറച്ചെങ്കിലും സെൻസ് കാണിക്കേണ്ടതാണ്. ഇത്രത്തോളം ആളുകൾ മരിച്ചത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതൊക്കെ എത്ര ലാഘവത്തോടെയാണ് സംസാരിക്കുന്നത്. ഇവൻ ഇനി ലാസ് വേഗാസിലേക്ക് പോവാണ്, അവിടെ സ്റ്റേ ചെയ്യാനാണ് തീരുമാനം. നിനക്ക് സമ്മതമാണെങ്കിൽ സോഷിയെ എൻ്റെ കൂടെ വിടുവോ? ഇവൻ എന്താണ് ചോദിക്കുന്നതെന്ന് ക്യാരോളിനോട് മനസ്സിലായില്ല. സോഷിയോ? അതെന്താ സംഭവം? നിങ്ങളുടെ കൂടെയുള്ള അവള്, ആ പുള്ളിക്കാരി? ഓ, അവളുടെ പേര് സോഷ്യ എന്നാണല്ലേ. നമ്മളുടെ റബാൻ, പുള്ളിക്കാരിയുടെ യഥാർത്ഥ പേര് അല്ലെങ്കിൽ ആ ഒരു ശരീരത്തിന്റെ യഥാർത്ഥ പേര് സോഷ്യ എന്നാണ്. അല്ല, എന്തിനാണ് സോഷ്യ ഇവന്റെ കൂടെ ചെല്ലണമെന്ന് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ഒരു അവിഞ്ഞ ചിരി ചിരിക്കും. കാര്യം മനസ്സിലായല്ലോ. പ്ലം കേക്കോ എന്തൊക്കെയോ അങ്ങനെയൊക്കെ പറയുന്നു. വേണമെന്ന് വെച്ചാൽ മൊണീക്ക ബെല്ലുച്ചു മുതൽ അനാഡെ അമസ് വരെ ഇവന് കിട്ടും. എന്നിട്ടും ഇവിടെ ഒന്ന് സോഷ്യയെ കണ്ടപ്പോൾ അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന്. ക്യാരോൾ ഇതിനൊക്കെ എന്തോ മറുപടി പറയാനാ. സോഷ്യയോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ക്യാരോൾ സമ്മതിക്കുവാണെന്നുണ്ടെങ്കിൽ പോയിട്ട് വരാമെന്ന് അവള്. എന്തിനൊക്കെയാണ് ഇവളുടെ സമ്മതം ചോദിക്കുന്നത്? പാവം ക്യാരോളിന്റെ ഒരു അവസ്ഥയെ. അല്ല, ഇവൻ എന്തെങ്കിലും അസുഖമാണോ? ഇവൻ ആവശ്യത്തിൽ കൂടുതൽ ഇമാതിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ സവാദിക്കയുടെ ബാധ കയറിയതാണോ? ഏതായാലും നമ്മുടെ ക്യാരോൾ ഇതിനകത്ത് അഭിപ്രായം ഒന്നും പറയാൻ പോയില്ല. ഒന്നും മിണ്ടാതെ തിരികെ പോയി പ്ലെയിനിൽ കയറിയിരുന്നു. വിൻഡോ വഴി നോക്കിയപ്പോൾ സോഷ്യ കൂമ്പയുടെ കൂടെ പ്ലെയിനിൽ കയറുന്നത് കാണാം. ഓ ശരി, അങ്ങനെ ആയിക്കോട്ടെ, അവൾക്ക് അങ്ങനെയൊക്കെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പൊക്കോട്ടെ എന്ന് ക്യാരോൾ ആദ്യം ചിന്തിച്ചെങ്കിലും എന്തോ സോഷ്യയെ അവന്റെ കൂടെ അയക്കാൻ ഒരു മടി. പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഓടിച്ചെന്ന് പ്ലെയിൻ നിർത്താൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവിടെ കട്ടായാൽ അടുത്ത സീനിൽ നമ്മുടെ ക്യാരോളും ഹെലനും ഒരുമിച്ച് നോർവേയിൽ ഒരു ഐസ് ഹോട്ടലിൽ പോയ കുറച്ച് സംഭവങ്ങളാണ് കാണിച്ചു തരുന്നത്. 7 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ക്യാരോളിന്റെ ബുക്സ് അത്ര പോപ്പുലർ ഒന്നുമല്ല, പുള്ളിക്കാരി അത്ര പോപ്പുലർ ഓതർ ഒന്നുമല്ല. ആ ഒരു ടൈമിലാണ് ഇവളുടെ ഒരു ബുക്ക് ഭയങ്കര ഹിറ്റ് ആവുന്നതും ബെസ്റ്റ് സെല്ലർ ആവുന്നതും ഒക്കെ. ഐസ് ഹോട്ടലിൽ പോയി മുഴുവൻ തുറഞ്ഞ ഐസിനകത്തിരിക്കാൻ ഹെലന് ഭയങ്കര താല്പര്യമാണെന്നുണ്ടെങ്കിലും ക്യാരോളിന്
കാരോളിന് അങ്ങനെയല്ല, അവിടെ ബെഡ് പോലും ഐസാണെന്നേ. ഇത്രയും തണുത്തുറഞ്ഞ ഒരു സ്ഥലത്ത് അത് -डिग्री ഈ തണുപ്പും സഹിച്ച് ജീവിക്കണോ? കാരോളിന് ഭയങ്കര പാടായിരുന്നു. എന്നാൽ ഹെലൻ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള സ്ട്രോങ് കണക്ഷനൊക്കെ അവിടെ കാണിച്ചു തരുന്നുണ്ട്. കാരോളിന് ഹെലൻ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. വീണ്ടും പ്രസന്റിൽ വരുമ്പോൾ കാരോളും സോഷ്യയും ഒക്കെ ഇപ്പോൾ തിരികെ പോവാണ്. സോഷ്യയെ കൂമ്പയുടെ കൂടെ വിട്ടില്ല. ഒന്നുമില്ലെങ്കിലും 2 ദിവസം അവളോട് ക്ലോസ് ആയിട്ട് ഇടപഴകിയതല്ലേ. എന്തോ ഒരു ഇഷ്ടം, അവളോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് കാരോളിന്. ഓൾറെഡി ഇംഗ്ലീഷ് അറിയാവുന്ന 5 പേരോട് സംസാരിച്ചു, വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്ത ആരുടെയെങ്കിലുമൊക്കെ സഹായം കാരോളിന് കിട്ടണം. ഇംഗ്ലീഷ് അറിയാത്ത കൺവേർട്ടഡ് ആയിട്ടില്ലാത്ത ആളുകളെ പറ്റി നമ്മുടെ സോഷ്യയോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് വിശദമായി പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ പരാഗ്വേയിലുള്ള മനോസോ സോവിയേഡോ എന്ന വ്യക്തി ഓൾറെഡി കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകളോട് ഒരു തരത്തിലുള്ള കോൺടാക്റ്റും ഇല്ല. അയാൾക്ക് സർവൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അയാൾ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു അത്രേ. എല്ലാവരും കൺവേർട്ടഡ് ആയ ആദ്യ കുറച്ച് സമയം ആ വ്യക്തിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഈ കൺവേർട്ടഡ് ആയവർക്ക് പോലും കിട്ടിയിരുന്നില്ല. അയാൾ രഹസ്യമായി എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു അത്രേ. അദ്ദേഹത്തെ പറ്റി കേട്ടതും നമ്മുടെ ഹീറോയിൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല, സ്പാനിഷും ഖുറാനിയും മാത്രമേ അറിയൂ. എന്നിരുന്നാലും കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകളോട് ഒരു തരത്തിലും സഹകരിക്കാത്ത അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയാൽ മേ ബി ഇൻ എനി ചാൻസ് ലോകം പഴയ പോലെ ആക്കാനുള്ള ഒരു ഓപ്ഷൻ വീണ് കിട്ടിയാലോ. ഒരുപക്ഷെ ഒവിയഡോയും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നതെങ്കിലോ. വലിയ കാര്യത്തിൽ ആളെ കോൺടാക്ട് ചെയ്ത് സ്പാനിഷിൽ ഇവൾക്കറിയാവുന്ന പോലെ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം അങ്ങേര് കോള് കട്ട് ചെയ്തു. വീണ്ടും വിളിച്ച് ഇതേ കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്തൊക്കെയോ സ്പാനിഷ് തെറി പറഞ്ഞു. കരോളിന് വാശി കയറി. മൂന്നാമത് ഇവൾ അങ്ങോട്ട് വിളിച്ച് പച്ച തെറി പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ഒന്നും നടപടിയായില്ല. ഏതായാലും സോഷ്യ കരോളിനെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. കരോളുടെ ഫാൻസിന്റെ ലെറ്റേഴ്സും അവൾക്ക് വന്നിട്ടുള്ള മെയിൽസും ഒക്കെ ഏൽപ്പിക്കുന്നുണ്ട്. കരോളിന് വന്നിട്ടുള്ള ലെറ്റേഴ്സ് ഉണ്ട്, ഹെലന്റെ പേരിൽ വന്നിട്ടുള്ള ലെറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ പുള്ളിക്കാരി കുറച്ചധികം ഇമോഷണൽ ആവുന്നുണ്ട്. കൂടാതെ ഒരു വൈബ്രേറ്റർ അല്ല മസാജറും ഉണ്ട്. അതിനെപ്പറ്റി സോഷ്യയെ വിളിച്ച് ചോദിച്ചപ്പോൾ ഹെലൻ ഇവൾക്ക് വേണ്ടി ഓർഡർ ചെയ്താണത്രേ അത്. എല്ലാം ഇങ്ങനെയൊക്കെ ചേഞ്ച് ആവുന്നതിന് മുമ്പ് ആ ഒരു സമയത്ത് നമ്മുടെ കരോൾ ആകെ സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു. ഇവൾക്കൊരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ ഹെലൻ ഓർഡർ ചെയ്തതാണത്രേ അത്. തുടർച്ചയായിട്ട് ഇങ്ങനെ ഹെലനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹെലന്റെ ഓർമ്മകൾ, അതും ഈ കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകൾ ഹെലനെ പറ്റി ഇങ്ങനെ പറയുന്നതൊന്നും ഇവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഇനി മേലാൽ ഹെലനെ പറ്റി സംസാരിക്കരുത്, ഹെലനെ പറ്റിയുള്ള സകല കാര്യങ്ങളും മറന്നു കളഞ്ഞേക്കാൻ പറയുകയാണ് കരോൾ. ശേഷം അടുത്ത ദിവസം ആരോ കരോളിന്റെ വീട്ടിൽ കോളിംഗ് ബെൽ അടിച്ചു. പുറത്തു വന്ന് നോക്കിയപ്പോൾ ഇവൾക്ക് കഴിക്കാനുള്ള ഫുഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഫുഡിൽ എന്തെങ്കിലും കലർത്തി ഇവളെയും അവരെ പോലെ ആക്കാനുള്ള ശ്രമമാണോ? സോ കരോൾ ഫുഡ് എടുത്ത് കളഞ്ഞു എന്ന് മാത്രമല്ല സോഷ്യയെ വിളിച്ച് ഇനി മേലാൽ ഇങ്ങനൊന്നും ചെയ്തേക്കല്ല്, തന്റെ കാര്യം നോക്കാൻ തനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ഓറഞ്ചിന്റെ കുരു പോലും ബാക്കിയില്ല. ഉണ്ടായിരുന്ന സകലതും അവർ മാറ്റിയത്രേ. പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുവാണ്, ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി. ഇതിപ്പോൾ കരോൾ ആകെ പെട്ടുപോയല്ലോ. ഇവൾക്ക് ഫുഡ് കഴിക്കണ്ടേ? വീണ്ടും അവരെ കോൺടാക്ട് ചെയ്ത് കഴിക്കാൻ ഫുഡ് വേണം, എത്രയും വേഗം സൂപ്പർ മാർക്കറ്റ് പഴയ പോലെ ആക്കിയിരിക്കണം, സാധനങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരും വലിയ വലിയ ട്രക്കുകളിൽ ഇവിടുന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോയി സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് എല്ലാം വീണ്ടും പഴയ പോലെ സ്റ്റോർ ചെയ്യുന്നു. തുടർന്ന് കാരോൾ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് പോയി അവൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം കറണ്ട് പോയി. പുറത്തിറങ്ങി നോക്കിയപ്പോൾ ടൗണിലെ മുഴുവൻ ലൈറ്റ്സും ഓഫ് ആവുന്നുണ്ട്. ടൗണിലുള്ള ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്തിട്ട് കരോളിന്റെ വീട്ടിലേക്കുള്ള ലൈൻ മാത്രം ഓൺ ചെയ്ത് കൊടുത്തു. സോഷ്യ ഇവളെ കോൺടാക്ട് ചെയ്ത് ഇനിയിപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ലൈറ്റ് കത്തിച്ചിടേണ്ട ആവശ്യമില്ലല്ലോ, ആവശ്യമുള്ളത് മാത്രം യൂസ് ചെയ്താൽ മതി, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. കരോളിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും അവർ ചെയ്തു കൊടുക്കണോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ആള് ഓ പിന്നെ നീയൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ, ഇനി നീയൊക്കെ ചെയ്യടി, എൻ്റെ ഒരു ഗ്രനേഡ് കൊണ്ടുത്താ, അതാണല്ലോ ഇപ്പം എനിക്ക് വേണ്ടത്, അതിൻ്റെ കൂടെ കുറവേ ഉള്ളല്ലോ എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ഒരു 10 മിനിറ്റ് കരോള് കോളിൽ പറഞ്ഞ പോലെ ഗ്രനേഡ് കൊണ്ട് വന്നിരിക്കുകയാണ് നമ്മുടെ സോഷ്യ. നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ ഗ്രനേഡാണ്, വെച്ചോളൂ. കരോൾ ഒന്നും മിണ്ടാൻ പോയില്ല. നിങ്ങൾ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞാണോ അതോ സീരിയസ് ആയിരുന്നോ? ഗ്രനേഡ് വേണോ വേണ്ടയോ? കരോൾ ആവട്ടെ സോഷ്യയും വിളിച്ച് അകത്ത് കയറ്റി ഡ്രിങ്ക് ചെയ്യാൻ കൊടുത്തു. അതേ ഒരു കാര്യം, നീ കുടിക്കുമ്പോൾ ലോകത്തുള്ള എല്ലാവരും ഫിറ്റ് ആവുമോ? നിങ്ങളൊക്കെ കണക്റ്റഡ് അല്ലേ? ഏയ് അങ്ങനെയല്ല, ഞങ്ങൾ കണക്റ്റഡ് ആണെന്നേ ഉള്ളൂ, പക്ഷേ ഇതിങ്ങനെ വർക്ക് ചെയ്യത്തില്ല. രണ്ടാളും ഡ്രിങ്ക് ചെയ്യുന്നു. സോഷ്യ പരമാവധി ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് കരോളിനെ ഒന്ന് ഓക്കെ ആക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു പ്രശ്നമൊന്നുമല്ല, എല്ലാവരും ഇങ്ങനെ മാറിയാ ഇതാണ് പുതിയ നോർമൽ, ഇനി ലോകം ഇങ്ങനെയാണ്, കരോളും ഇങ്ങനെ ആവണം, ഇവരെയൊക്കെ കൂടി ഇങ്ങനെ കൺവേർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. എല്ലാം കൂടെ കേട്ട് കരോളിന് ഒരുമാതിരി ദേഷ്യം വന്ന് അതും ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് ഇവള് കൊണ്ടുവന്ന് ഹാൻഡ് ഗ്രനേഡ് എടുത്ത് അതിന്റെ പിന്നു വലിച്ചൂരി. കരോൾ സൂക്ഷിച്ച് അത് പൊട്ടും. ആഹാ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ ഇത് ഒറിജിനലാണെന്ന്, നീയൊക്കെ ഒറിജിനൽ നേട് എനിക്ക് കൊണ്ടു തരുമോ പ്ലീസ് കരോൾ, അതിങ്ങി തരൂ എന്ന് പറഞ്ഞ് സോഷ്യ അത് വാങ്ങി വീടിന് പുറത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ കരോളിനെയും പിടിച്ച് തറയിലേക്കും കിടന്നു. ഗ്രനേഡ് പൊട്ടി. സോഷ്യ കരോളിനെ പൊതിഞ്ഞ് അങ്ങനെ നിലത്ത് കിടന്നതുകൊണ്ട് പരിക്ക് പറ്റിയത് സോഷ്യയ്ക്കാണ്. അത് ഒറിജിനൽ നേടായിരുന്നു, താൻ വീണ്ടും മണ്ടത്തരം കാണിച്ചു എന്ന് മനസ്സിലാക്കി കരോൾ അങ്ങ് വിഷമിച്ച് സോഷ്യയെ നോക്കി അവളുടെ ഈ അവസ്ഥയിലും അവളോട് സോറിയൊക്കെ പറഞ്ഞ് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, എങ്ങനെ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഡോണ്ട് വറി കരോൾ, ഹെൽപ്പ് ചെയ്യാൻ ആൾ വരുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ കൺവേർട്ടഡ് ആയിട്ടുള്ള കുറേ ആളുകൾ വന്ന് തീ അണയ്ക്കുകയും നമ്മുടെ സോഷ്യയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യുന്നു. ദെൻ അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാരോളിന്റെ അടുത്ത് കൺവേർട്ടഡ് ആയിട്ടുള്ള ഒരാൾ വന്ന് സംസാരിക്കും. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇവളെ കംഫർട്ടബിൾ ആക്കാനാണ് ഇവർ നോക്കുന്നത്. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല, ഇത് ചെറിയൊരു മിസ്റ്റേക്ക് അല്ലേ, സോഷ്യ കംപ്ലീറ്റ്ലി ഓക്കെയാണ്, ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പുള്ളിക്കാരി വേഗം വരും എന്നൊക്കെ പറഞ്ഞ് ഇവളെ ആശ്വസിപ്പിക്കുന്നു. ഏയ് നിങ്ങൾ എന്തിനാ എനിക്ക് ഒറിജിനൽ നേട് തന്നത്? ഞാൻ ചോദിച്ച ഉടനെ ഒറിജിനലാണോ എടുത്തു തരേണ്ടത്? അത് പിന്നെ
ക്യാരോൾ, നിങ്ങൾ ആവശ്യപ്പെട്ടാൽ, നിങ്ങൾക്കത് വേണമെന്ന് തോന്നിയാൽ ഞങ്ങൾക്ക് തരേണ്ടി വരും. വാട്ട്? എന്ത് നിങ്ങൾ ഇങ്ങനെ? ഇപ്പം ഞാനൊരു നേട് ചോദിച്ചാൽ നിങ്ങൾ തരുമോ? യെസ്, നിങ്ങൾക്ക് നേട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും തരാം. നേട് മാത്രമല്ല, ഇവൾ ആവശ്യപ്പെട്ടാൽ ടാങ്കോ ബോംബോ ആറ്റം ബോംബ് വേണേലും കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ചുമ്മാ അതങ്ങ് എടുത്ത് കൊടുക്കുകയൊന്നുമില്ല. ഇതെങ്ങനെ യൂസ് ചെയ്യണം, ഏത് രീതിയിൽ യൂസ് ചെയ്താലായിരിക്കും ഇമ്പാക്റ്റ് കൂടുതലെന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇനിയിപ്പോൾ ക്യാരോൾ ആവശ്യപ്പെട്ടാൽ പറ്റുന്ന പോലെ ഭൂമി എടുത്ത് മാറ്റി വെക്കാൻ ഇവർ ശ്രമിക്കുമെന്ന്. സോ ഡിയർ സുഹൃത്തുക്കളെ, ആപ്പിൾ ടി വിയിലൂടെ പുറത്തിറങ്ങിയ പ്ലൂറിബസ് എന്ന TV സീരീസിൻ്റെ ആദ്യത്തെ 3 എപ്പിസോഡാണ് നമ്മൾ കണ്ടത്. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. തീർച്ചയായും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തറിയിക്കുക. ബാക്കിയുള്ള കഥ വിശദമായിട്ട് കാണാനായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞു വന്നിട്ടുള്ള ഈ ഒരു കാർഡിൽ ക്ലിക്ക് ചെയ്താൽ മതി. ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആണ്, ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ബൈ ദ വേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ സീരീസിൻ്റെ എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. എപ്പിസോഡുകളൊക്കെ മിസ്സാക്കാതെ കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും ശ്രദ്ധിക്കുമല്ലോ.